ഈദിൻ്റെ സുന്നത്തുകളായി നമ്മൾ മനസ്സിലാക്കണം. ചെറിയ പെരുന്നാളിൻ്റെ ആ സുന്നത്തുകൾ എന്ന് പറയുമ്പോൾ കുളിക്കുക, ശരീരം മാക്സിമം ശുദ്ധി വരുത്തുക, നഖം മുറിച്ചുകൊണ്ടും മറ്റ് മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ടുമൊക്കെ, പുതുവസ്ത്രം ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക, സുഗന്ധം ഉപയോഗിക്കുക, വല്ല കാരക്കയും കഴിച്ചുകൊണ്ട് ഈദ്ഗാഹുകളിലേക്ക് നമസ്കാര സ്ഥലത്തേക്ക് പുറപ്പെടുക. ഈത്തപ്പഴം മാത്രം കഴിച്ചുകൊണ്ട് നടന്നു പോകുവാനാണ് ശ്രദ്ധിക്കേണ്ടത്. നടന്നു പോകാനാകാത്ത വഴി ദൂരമുണ്ടെങ്കിൽ നമുക്കെന്ത് ചെയ്യാം? വാഹനങ്ങളിൽ പോകാം. അതേപോലെ തന്നെ ഒരു ഭാഗത്തേക്ക് വന്ന വഴിയിൽ നിന്ന് വ്യത്യസ്തമായി വഴി വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ചു പോകുവാൻ സാധ്യമാകുമെങ്കിൽ അതും ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. തക്ബീർ ധാരാളമായി അധികരിപ്പിക്കൽ പ്രത്യേകതയുള്ളതാണ്. ആ ദിവസത്തെ നമസ്കാരം ഏറെ പ്രാധാന്യമുള്ളതാണ്. ഈദ്ഗാഹിലെത്തിയാൽ അവിടെ പ്രത്യേകം സുന്നത്ത് നിസ്കാരങ്ങൾ അതിൻ്റെ മുമ്പോ ശേഷമോ ഇല്ല. എന്നാൽ നമ്മുടെ വീടുകളിൽ എത്തിക്കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കാമെന്ന് ചില ഹദീസുകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഈദിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് കൈമാറുക എന്നുള്ളതും തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്നുള്ള ആ ഒരു രൂപത്തിലുള്ള ആശംസകൾ കൈമാറലും, അതുപോലെ ഹറാമല്ലാത്ത അനുവദിക്കപ്പെട്ട ആഘോഷങ്ങൾ, വിനോദങ്ങൾ എല്ലാം നമുക്ക് ആവാം. കൂട്ടുകാരുമൊത്ത് നമുക്ക് വിഹിതമായ നിലക്കുള്ള യാത്രകളാവാം, കുടുംബങ്ങളോടൊപ്പം സന്തോഷം പങ്കിടലാവാം, നല്ല ഭക്ഷണം കഴിക്കുക, ബന്ധങ്ങൾ പുതുക്കുക, കുടുംബങ്ങളെ സഹായിക്കുക, അവരെ വിളിച്ച് സന്തോഷം പങ്കിടുക, എല്ലാം അനുവദിക്കപ്പെട്ടതെന്ത് എന്ന് മുസ്ലിമിനറിയാം. അത് മുസ്ലിമിന് കൃത്യമായി തന്നെ അറിയാം. ആരെങ്കിലും ഒരുക്കുന്ന ചതിക്കുഴികളിൽ വീഴേണ്ടവരല്ല മുസ്ലിം എന്ന് മനസ്സിലാക്കുക. എൻ്റെ റബ്ബിന് തൃപ്തിപ്പെടുന്നത് എന്ത് എന്ന് അറിയാത്തവൻ ഒരു മുസ്ലിമായിട്ടുണ്ടാവില്ല. അത് പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് ആ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുക.